എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, അതായത് വേറൊന്നുമല്ല, എന്റെ വാക്കുകളാണല്ലോ ഏറ്റവും വലിയ ആയുധം. ഓക്കെ, അതായത് തളർന്നു കിടക്കുന്ന നട്ടില്ലാതെ അല്ലെങ്കിൽ എല്ലാം മറന്ന് സ്വന്തം ഭ്രമത്തിൽ നടക്കുന്ന ഭാവി തലമുറയെ കുറിച്ച് ആലോചിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി അങ്ങനെ നടക്കുന്ന ആ ഒരു യങ്സ്റ്റേഴ്സിനെ എനിക്ക് എന്തായാലും ഉണർത്തണം. ഓക്കെ, ഞാനും ഉണർന്നു വന്ന ഒരുത്തരാണ്. ഓക്കെ, ഞാനും എവേക്കായ ഒരു ഒരുത്തരാണ്. ഓക്കെ, ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെ നാട് നന്നാക്കണം, എല്ലാവർക്കും സുഖം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നതല്ല. ഞാനും ഈ ഉഴപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പഠിക്കേണ്ട സമയത്ത് പഠിച്ചു, ഉഴപ്പേണ്ട സമയത്ത് ഉഴപ്പി, വൃത്തികേട് ചെയ്യേണ്ട സമയത്ത് വൃത്തികേട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതും എന്നെ ഉണർത്തിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് പേര് ഉയർന്നു. ഓക്കെ, ഉണർന്നു. അപ്പൊ അത് ഉണർന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും, നമ്മള് മാറണമെന്നുള്ള രീതി ചിന്തിക്കും. ബുദ്ധിയില്ലാത്ത ആ ഒരു വിഡ്ഢികൾ എന്ത് ചെയ്യും, ആ ഒരു ദേഷ്യം വരും എന്നോട്. ഇവൻ എന്തൊക്കെയാ പറയണം, ഞങ്ങൾ പുഴുക്കളാ. പക്ഷെ ആ വിഡ്ഢികളെ പുഴുക്കളാക്കി നിൽക്കുന്ന അവരെ ഒരിക്കലും പ്രൊട്ടസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിലാക്സ് കോഴ്സ്, ഞാൻ ഒരു ഫാർമറാണ്, ഞാൻ ഒരു യോഗിയാണ്, ഞാൻ ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണ്, അതോടൊപ്പം തന്നെ ഞാൻ ഒരു ജിം ട്രെയിനർ ആണ്, അതോടൊപ്പം റിലാക്സ് കോഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് ഞാൻ. ഓക്കെ, അതായത് ഗിവിംഗ് അൾട്രാ ലക്ഷറിയസ് ലൈഫ്. ഞങ്ങൾ അൾട്രാ ലക്ഷറിയസ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അതായത് ഇവിടുത്തെ സമൂഹത്തിലെ എല്ലാവിധ ആൾക്കാർക്കും, ഓക്കെ, ഇനിഷ്യലി അങ്ങനെ ആയിരുന്നില്ല. ഇനിഷ്യലി ഇവിടുത്തെ പ്രീമിയം കാറ്റഗറി ആൾക്കാർ, കോടീശ്വരന്മാർക്ക് മാത്രമായിരുന്നു ഞങ്ങളുടെ സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്ത്. പിന്നീട് ഞാൻ ആലോചിച്ചത് അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്നത് ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം, നല്ല അറിവ്, അല്ലെ, ശരീരം എന്താണ്, ആത്മാവ് എന്താണ്, നമ്മുടെ മൈൻഡ് എന്താണെന്നുള്ള ശുദ്ധമായ അറിവ്. അപ്പൊ ആ ഒരു അറിവ് ഒരു ഭിക്ഷാടകന്റെ കുഞ്ഞിനും ഒരു കോടീശ്വരന്റെ കുഞ്ഞിനും എല്ലാം തുല്യമായി കിട്ടണം, എന്നാലേ അവർ സമമാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും ഡിസ്ക്രിമിനേഷൻ തുടങ്ങും, അല്ലെ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പണമുള്ളവൻ, പണമില്ലാത്തവൻ, വെളുത്തവൻ, കറുത്തവൻ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് ഇങ്ങനത്തെ വിഡ്ഢികളുടെ കുഞ്ഞുങ്ങൾ വിഡ്ഢികളായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ അതെന്തായാലും നടക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ അൾട്രാ ലക്ഷറിയസ് ലൈഫ് സമസ്ത പ്രപഞ്ചത്തിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത്. അതായത് എല്ലാവർക്കും ശുദ്ധമായ പ്രാണവായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം, ജോലിയും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോ ഈ ബുദ്ധി കുറഞ്ഞ ആൾക്കാർ, അതുകൊണ്ട് തന്നെയാണ് ഇനിഷ്യലി ഞാൻ എന്റെ അൾട്രാ ലക്ഷറിയസ് ലൈഫ് സ്റ്റൈല് ഈ പ്രീമിയം കാറ്റഗറിപ്പെട്ടവർക്ക് ആക്കിയത്. കാരണം അവർക്ക് ആ ഒരു തലച്ചോറുണ്ടാവും. ഓക്കെ, എന്താണ് ഇവൻ പറയുന്നത് ശരിയാണോ, അറിയാത്ത കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം, അറിയാത്ത കാര്യങ്ങൾ പഠിക്കണം, അങ്ങനെ തന്നെയാണ് നമ്മൾ ഉയരുന്നത്. പക്ഷേ ഈ ബുദ്ധിഹീനരായ ആൾക്കാർ, നമ്മൾ പാവപ്പെട്ടവര്, പാവങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതായത് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാർ, അവർ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഷ്ടപ്പെട്ട ഒരു മൈൻഡ് കൊണ്ടാണ്. അവർ ഒരിക്കലും ഒരു ആക്സെപ്റ്റ് ചെയ്യില്ല ആര്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വിഡ്ഢികളെ ആർക്കെയും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യില്ല, അതോടൊപ്പം പ്രൊട്ടക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അവരുടെ കുഞ്ഞിന്റെ അവസ്ഥ അവരുടെ തന്നെ സൃഷ്ടിക്കുന്നതാണ്. അത് റിലാക്സ് ഫോഴ്സോ അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവരുടെ ചിന്തയോ അവരുടെ കുഞ്ഞുങ്ങളെയോ സംരക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ റിലാക്സ് ഫോഴ്സിന് അഭയം പ്രാപിക്കുന്ന ആൾക്കാർ, അതായത് റിലാക്സ് ഫോഴ്സിനും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിയുടെ അഭയം പ്രാപിക്കേണ്ടി വരും. ഓക്കെ, പ്രാപിക്കേണ്ടി വന്നില്ലെങ്കിൽ സ്വയം മരണപ്പെടേണ്ടി വരും. ഓക്കെ, അതും നരകിച്ച് തന്നെ. അതുപോലെ ആയിക്കഴിഞ്ഞു സാഹചര്യം. ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു തമാശയായിട്ട് തോന്നും, റിലാക്സ് ഫോഴ്സ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവനൊക്കെ എന്തൊക്കെ പറയണം, ഇതെല്ലാം തമാശയായിട്ട് തോന്നും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ സത്യം അറിയും. ഓക്കെ, സത്യവും ഈ ധർമ്മവും ഇതൊന്നും ഉള്ളിൽ ഇങ്ങനെ മൂടിക്കിടക്കാൻ പറ്റില്ല. ഓക്കെ, അത് പുറത്തേക്ക് വരും. ആ ഒരു സമയത്ത് ഞാൻ എന്തായാലും ആ ഒരു ടോപ്പിൽ എത്തിയിട്ടുണ്ടാവും, ആ ഒരു പീക്കിൽ എത്തിയിട്ടുണ്ടാവും എന്റെ ലൈഫിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാവും ഏതാണ് സത്യം, ഏതാണ് അസത്യം.